നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ. ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെ ക്രിസ്തുമസ്. ദൈവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ആഘോഷവും നടക്കും. മലങ്കര സഭ ഭരണഘടനയുടെ നവതി ആഘോഷം വ്യാഴാഴ്ച. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ. മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. തങ്കഅങ്കി ചാർത്തി ശബരീശന് മണ്ഡലപൂജ 26-ന്. സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നു. വാർത്തകൾ വിശദമായി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഒരു ക്രിസ്തുമസ് കൂടി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെ ക്രിസ്മസ് ആഘോഷിക്കും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്തുമസ്. പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ്. ക്രിസ്തുമസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും കൂടി ആഘോഷമാണ്. മധുര സ്മരണകളും കേട്ടുകേൾവി കഥകളുമായി നമ്മളിലേക്ക് വന്നണയുകയാണ് ക്രിസ്മസ്. ക്രിസ്തുമസ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ദൈവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ദേവാലയങ്ങളിലും പാതിരാ കുർബാനകൾ നടക്കും. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഏവർക്കും ക്യാബിനറ്റ് ചാനലിന്റെ ക്രിസ്മസ് ആശംസകൾ. വത്തിക്കാൻ തോട്ടിൽ വത്തിക്കാൻ കാർണിവൽ. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് പാമ്പാടി കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗത്ത് പാമ്പാടി വത്തിക്കാൻ തോട്ടിലാണ് കാർണിവൽ ഒരുക്കിയിട്ടുള്ളത്. സൗത്ത് പാമ്പാടിയിലെ വത്തിക്കാൻ തോട്ടിൽ ഒരുക്കിയിട്ടുള്ള വത്തിക്കാൻ കാർണിവൽ പ്രകൃതി ഭംഗിയെ അപ്പാടെ ഒപ്പിയെടുത്തിരിക്കുകയാണ്. തോടിന്റെ മധ്യത്തിൽ 5 അടി ഉയരത്തിലും 10 അടി വീതിയിലും പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. മുള കൊണ്ടും ഈന്തോല കൊണ്ടുമാണ് പുൽക്കൂട് പണിതിരിക്കുന്നത്. 21 അടി ഉയരമുള്ള ക്രിസ്മസ് നക്ഷത്രവും 15 അടി ഉയരമുള്ള സാന്താക്ലോസും കാർണിവലിന്റെ പ്രധാന ആകർഷണമാണ്. കൂടാതെ ട്രെയിനിലും കലമാനെ പൂട്ടിയ തേരിലും സഞ്ചരിക്കുന്ന സാന്താക്ലോസും അടക്കം കാഴ്ചകളേറെ. അരയന്നങ്ങളുടെ മാതൃകകളും തോട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇരുകരകളിലെയും ദീപാലങ്കാരങ്ങളും കാഴ്ചക്കാരെ മായിക ലോകത്ത് എത്തിക്കും. 26-ാം തീയതി വരെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 വരെയാണ് ക്രിസ്തുമസ് കാഴ്ചകൾ. ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ 50 ആളുകൾ ചേർന്ന് ഒരാഴ്ച കൊണ്ടാണ് കാർണിവൽ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ക്രിസ്തുമസിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പടക്ക വിപണി സജീവം. കഴിഞ്ഞ 19 വർഷമായി പടക്ക കച്ചവടം നടത്തുന്ന ഇവരെ പരിചയപ്പെടാം. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നാടൊരുങ്ങുമ്പോൾ പടക്ക വിപണിയും സജീവമാവുകയാണ്. കഴിഞ്ഞ 19 വർഷമായി ഉത്സവ സീസണുകളിൽ മുടങ്ങാതെ പടക്ക കച്ചവടത്തിന് എത്തുന്നവർ പുണ്ടുപാലായിൽ. ഇത്തവണ കമ്പിത്തിരിയിലും പൂത്തിരിയിലും പടക്കം എല്ലാ തരങ്ങളിലും വെറൈറ്റികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നുവരവ്. വെറൈറ്റികൾ ചോദിച്ചു വാങ്ങിക്കാൻ ആൾക്കാർ ഏറെയുള്ളത് വ്യാപാരികളെ സന്തോഷത്തിലാക്കുന്നു. പടക്ക വിൽപ്പനയ്ക്ക് ലൈസൻസ് കിട്ടാൻ കാലതാമസം നേരിടുന്നത് വിൽപ്പനയെ ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. എന്നിരുന്നാലും നല്ല വിൽപ്പന സാധ്യമാകുമെന്ന പ്രതീക്ഷയുണ്ട് അവർക്ക്. ലൈസൻസ് കിട്ടാനുള്ള കാലതാമസം മൂലം കൂടുതൽ സ്റ്റോക്ക് വിൽപ്പനയ്ക്ക് എടുത്തു വയ്ക്കുവാൻ സാധിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു. കുട്ടികളെ ആകർഷിക്കുന്നതിനായി ബാർബി, സ്പൈഡർമാൻ എന്നീ പേരുകളിലും പൂത്തിരികളും മറ്റും വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. പാമ്പാടി BMM സീനിയർ സെക്കൻഡറി സ്കൂളിൽ 1 വർഷമായി നടക്കുന്ന 40 പരിപാടികളുടെ സമാപനവും ക്രിസ്തുമസ് ആഘോഷവും നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പാമ്പാടി BCM സീനിയർ സെക്കൻഡറി സ്കൂൾ മികവിന്റെ 40 വർഷങ്ങൾ പിന്നിട്ടതിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷമായി സംഘടിപ്പിച്ച 40 പരിപാടികളുടെ സമാപനവും 41ാം ആനുവൽ ഡേയും ക്രിസ്മസ് ആഘോഷവും സംയുക്തമായി ആഘോഷിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അനുഗ്രഹീതമായ പൊത്തൻപുറം കുന്നിൽ വന്ധ്യ PC യോഹന്നാൻ റമ്പാച്ചൻ നട്ടുവളർത്തിയ BCM സ്കൂൾ കഴിഞ്ഞ 40 വർഷമായി അക്കാദമിക മികവിനൊപ്പം കായിക രംഗത്തും
രംഗത്തും പ്രകൃതി സംരക്ഷണത്തിലും വിലയേറിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ടെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. സ്കൂൾ ലോക്കൽ മാനേജരും ബർസാറുമായ ഫാദർ മാത്യു എബ്രഹാം അധ്യക്ഷനായി. ഡോക്ടർ എൻ ജയരാജ് MLA കലാകായിക മേഖലകളിലും അക്കാദമിക തലത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റെജി എബ്രഹാം, വൈസ് പ്രിൻസിപ്പൽമാരായ ലത മാത്യു, എലിസബത്ത് തോമസ്, ഹെഡ്മിസ്ട്രസ് ശോശാമ ജോൺ, മുൻ പ്രിൻസിപ്പൽ ജോസ് പായിക്കാട്ട്, PTA പ്രസിഡന്റ് ജേക്കബ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പ്ലേ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. മലങ്കര സഭാ ഭരണഘടനയുടെ നവതി ആഘോഷം ഡിസംബർ 26 നടക്കും. ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. മലങ്കര സഭാ ഭരണഘടനയുടെ നവതി ആഘോഷം ഡിസംബർ 26 നടക്കുമെന്ന് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26 തീയതി നടക്കുന്നതായ മലങ്കര സഭാ ഭരണഘടനയുടെ നവതി ആചരണമാണ്. സഭയുടെ നട്ടെല്ലായ മലങ്കര സഭാ ഭരണഘടന അതിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സഭയ്ക്ക് അതിൻ്റെ ഗമനത്തിൽ മാർഗദർശനം നൽകുന്നതായ ഒരു രേഖയാണ്. 26 തീയതി രാവിലെ 7 മണിക്ക് പഴയ സെമിനാരിയിൽ നടക്കുന്ന കുർബാനയ്ക്ക് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് രാവിലെ 10:30 മുതൽ കോട്ടയം മാർ ഏലിയ കത്തീഡ്രലിൽ മലങ്കര സഭാ ഭരണഘടന അന്തസ്സത്തയും ഊന്നലുകളും, സഭാ ഭരണഘടനയും സുപ്രീം കോടതി വിധികളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറുകളിൽ അഡ്വക്കേറ്റ് പോൾ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഡോക്ടർ സക്കറിയാസ് മാർ അപ്രൈ മെത്രാപ്പൊലീത്ത, ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത എന്നിവർ മോഡറേറ്റർമാരാകും. 1:45 കോട്ടയം മാർ ഏലിയ കത്തീഡ്രലിലെ ധൂപപ്രാർത്ഥനയെ തുടർന്ന് 2 മണിക്ക് MD സെമിനാരി അങ്കണത്തിൽ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ്, ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ്, അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ഡോക്ടർ വർഗീസ്, ഫാദർ ജേക്കബ് കുര്യൻ ഓണാട്ട് എന്നിവർ പ്രസംഗിക്കും. ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. വാർത്താ സമ്മേളനത്തിൽ ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, ആത്മായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സഭാ വക്താവ് ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട്, റീഷ് കോർ എപ്പിസ്കോപ്പ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല സന്നിധാനം മണ്ഡലപൂജയ്ക്കായി ഒരുങ്ങി. ശബരിമലയിൽ പ്രതിദിനം എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധന. മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12-നും 12:30-നും മധ്യേ അയ്യപ്പസ്വാമിക്ക് തങ്കഅങ്ക് ചാർത്തി മണ്ഡലപൂജ നടക്കും. തന്ത്രിമാരായ കണ്ഠരര് രാജീവരര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് മണ്ഡലപൂജ. അതേസമയം സന്നിധാനത്ത് പ്രതിദിനമെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വീണ്ടും വർധന. കഴിഞ്ഞ 2 ദിവസങ്ങളിലും 96,853 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗിലൂടെ 25,000-ഓളം പേരെത്തി. വെർച്വൽ ക്യൂ വഴി 70,000 പേരാണ് ദർശനം നടത്തിയത്. തിരക്കേറുമ്പോഴും അധിക നിയന്ത്രണം ഏർപ്പെടുത്താതെ സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. മണ്ഡലപൂജയ്ക്ക് ശേഷം 26-ന് വൈകിട്ട് നട അടയ്ക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ KSRTC ഡിപ്പോയിൽ നിന്നും 5 ദീർഘദൂര സർവീസുകൾ റദ്ദാക്കി. പാലാ കൊന്നക്കാട് സർവീസും നിർത്തലാക്കിയിട്ടുണ്ട്.
പാലാ ഡിപ്പോയിൽ നിന്നും 10 വർഷമായി മുടങ്ങാതെ സർവീസ് നടത്തി വന്നിരുന്ന ദീർഘദൂര സർവീസായ പാലാ കൊന്നങ്കാട് സർവീസ് KSRTC നിർത്തലാക്കി. റിസർവേഷൻ ചാർട്ടിൽ നിന്നും ഈ ഷെഡ്യൂൾ ഒഴിവാക്കുകയും ചെയ്തു. ചീഫ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ഡിപ്പോ അധികൃതർ പറയുന്നത്. അടുത്ത കാലത്തായി 5ലധികം ദീർഘദൂര സർവീസുകളാണ് പാലയിൽ നിന്നും നിർത്തലാക്കിയിട്ടുള്ളത്. പാലാ ചെറുപുഴ, പാലാ മാനന്തവാടി, പാലാ അമ്പയത്തോട്, പാലാ പാഞ്ചിക്കൽ, പാലാ പെരിക്കല്ലൂർ എന്നീ ദീർഘദൂര സർവീസുകളാണ് പല കാരണങ്ങൾ പറഞ്ഞ് നിർത്തലാക്കിയത്. നിരവധി പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുള്ള പാലാ മേഖലയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള KSRTCയുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പാലയിൽ നിന്നുള്ള ചെയിൻ സർവീസുകളിലും ട്രിപ്പ് മുടക്ക് ഇപ്പോൾ പതിവായിരിക്കുകയാണെന്നാണ് ആക്ഷേപം. സൗത്ത് സോണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഡിപ്പോയ്ക്കുള്ള അവാർഡ് നിരവധി തവണ കരസ്ഥമാക്കിയ ഡിപ്പോയാണ് പാലാ ഡിപ്പോ. 104 ബസ്സുകൾ ഉണ്ടായിരുന്ന പാലാ ഡിപ്പോ 70 ബസ്സുകളിലേക്ക് ചുരുങ്ങി. ദീർഘദൂര സർവീസുകൾ നിർത്തലാക്കുന്നതുകൂടാതെ ഗ്രാമീണ സർവീസുകളും സ്റ്റേ സർവീസുകളും നേരത്തെ നിർത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാമ്പാടി ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷിക സമ്മേളനം നടന്നു. ചടങ്ങിൽ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി VN വാസവന് സമ്മാനിച്ചു. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഈടുറ്റ സംഭാവനകൾ നൽകുന്ന വിശിഷ്ട വ്യക്തിത്വത്തിന് പാമ്പാടി ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷൻ 10 വർഷത്തിലൊരിക്കൽ നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി VN വാസവന് സമ്മാനിച്ചു. ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷന്റെ 10ാമത് വാർഷിക സമ്മേളനത്തിൽ കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് പുരസ്കാരം നൽകി. പാമ്പാടി മൂലക്കര ഐക്യവേദി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഗ്രാമസേവിനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രാജൻ അധ്യക്ഷനായി. സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കാനനപാതയിൽ കൂടി വരുന്നവർക്ക് 132 ഇടങ്ങളിൽ കിടത്താവളങ്ങൾ ഉണ്ടാക്കി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എരുമേലിയിൽ 6 ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ നിലയ്ക്കലിൽ ഏതാണ്ട് 2000ഓളം വാഹനങ്ങൾക്ക് കൂടുതലായി പാർക്ക് ചെയ്യാനുള്ള പുതിയ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം ചേർത്ത് ആധുനിക സംവിധാനത്തോടു കൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ വരാതിരിക്കാനുള്ള സാഹചര്യം കാലകൂട്ടി ഒരുക്കിയെടുത്തപ്പോൾ സുഖകരമായ ദർശനം ഉറപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു. 93,000 പേര് വരെ പങ്കെടുത്ത ദിവസങ്ങളുണ്ട് ശബരിമലയിൽ. 80,000 എണ്ണം നിശ്ചയിച്ചത്. അപ്പോൾ എത്ര വന്നാലും നമുക്ക് തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ നാളത്തെ നിങ്ങൾ വീണ്ടും പോവുകയാണ് ശബരിമല. 2 ദിവസം കേന്ദ്രീകരിച്ച് നിന്ന് മണ്ഡല മഹോത്സവം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. പഞ്ചായത്ത് അംഗം PV അനീഷ്, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി G വേണുഗോപാൽ, തോമസ് ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാമ്പാടിയിലെ സഹകരണ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഫാദർ കുര്യാക്കോസ് കടവും ഭാഗം, CM മാത്യു ചേനപ്പറമ്പിൽ, ജോർജ് എബ്രഹാം തിടുതുടുപ്പിൽ, ഗിരീഷ് കോനാട്ട്, KP ഗോപാലകൃഷ്ണൻ സൗപർണിക, KA എബ്രഹാം കിഴക്കയിൽ, KS കുര്യാക്കോസ് കുളത്തമാക്കൽ എന്നിവരെയും കേരള കർഷക കടാശ്വാസ കമ്മീഷൻ അംഗമായി സംസ്ഥാന സർക്കാർ നിയമിച്ച ഗ്രാമസേവിനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രാജനെയും മന്ത്രി VN വാസവൻ ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമസേവിനി വൈസ് പ്രസിഡന്റായിരുന്ന അന്തരിച്ച R വാസുദേവൻ നായരുടെ ഛായാചിത്രം ഫ്രാൻസിസ് ജോർജ് MP അനാച്ഛാദനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുൻകുന്നം. കോട്ടയം ഭാവന ആശുപത്രിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. ഇതോടൊപ്പം ഡോക്ടർ ബിബിന ജോണിന് യാത്രയയപ്പും നൽകി. കോട്ടയം ഭാവന ആശുപത്രിയിൽ ക്രിസ്തുമസ് ആഘോഷവും ഡോക്ടർ ബിബിന ജോണിന്റെ യാത്രയയപ്പും ഐപ്സോ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം PK ആനന്ദക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് സമാധാനവും സാഹോദര്യവും നിലനിൽക്കണമെന്നാണ് യേശുദേവന്റെ സന്ദേശം. അതിനുവേണ്ടി നമുക്ക് പ്രതിജ്ഞ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. യേശു ഈ ലോകത്തേക്ക് കടന്നു വന്നത് നമുക്കെല്ലാവരും സന്ദേശം തരാനാണ്. ആ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമായിട്ട് ജീവിക്കുക, സ്നേഹത്തോടെ നമ്മൾ സഹവർത്തിക്കുക, നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുക, നമ്മൾ സ്വയം സ്നേഹിക്കുക. സ്വയം സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മൊബൈൽ എടുത്തിട്ട് നമ്മൾ സെൽഫി എടുത്തിട്ട് ഇത് കുഴപ്പമുണ്ടോ എന്ന് നോക്കി സ്വയം സ്നേഹിക്കില്ലല്ല. നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. ആ മനസ്സ് ശുദ്ധമാകുമ്പോൾ ആരെയും നമ്മൾ ഈ പറയുന്നത് പോലെ കുശുമ്പും കുന്നായ്മയും ഇല്ലാതെ നമ്മൾ സ്വയം ഒരു പ്രിക്കോഷൻ എടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനം നടത്തുക. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ജേക്കബ് പുതുപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ടോണി അലോഷ്യസ്, ഡോക്ടർ മിലൻ ടോം, സുജാത പുതുപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെ ക്രിസ്തുമസ്. ദൈവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ആഘോഷവും നടക്കും. മലങ്കര സഭ ഭരണഘടനയുടെ നവതി ആഘോഷം വ്യാഴാഴ്ച. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ. മണ്ഡല പൂജയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. തങ്കഅങ്കി ചാർത്തി ശബരീശന് മണ്ഡലപൂജ 26-ന്. സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.